മുച്ചിറിനാണ് അല്ലേ? ഈ പ്രസവ സമയത്ത് ഈ മുഖത്തിന്റെ ഇത്തരം കുറഞ്ഞ സ്ഥലത്ത് പല രൂപത്തിലുള്ള വൈകല്യങ്ങൾ ജനിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് തൃശ്ശൂർ. ഒരുപാട് പഴക്കമുള്ള ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റൽ നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോണം. പിന്നെ നിങ്ങൾ അൽഹംദുലില്ലാ നിർത്തൂല. ആ ഹോസ്പിറ്റലിൽ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ആ ഹോസ്പിറ്റലിന്റെ ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ ഇരിക്കണതാ ഇങ്ങനെ ഇരിക്കണ ഇതിങ്ങനെ ഒരു വാർഡ്, ഇങ്ങനെ ഒരു വാർഡ്, ഒരുപാട് വാർഡുകളായിട്ട് വലിയ ഹോസ്പിറ്റലാണ്. എന്റെ ഒക്കെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഗതി ഒന്നും കണ്ടാലും ഞാൻ അങ്ങനെ ഒരു കരച്ചിൽ വരാത്ത ആളാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും ആകുമ്പോഴത്തിനാണ് കാര്യം. നേരാണോ അല്ലേന്നല്ല വരും ഒരു കരച്ചിൽ വിൽക്കാൻ വരും. ഞാൻ നാളെ എന്റെ കുടുംബത്തിനൊരാൾ ഗൾഫിൽ പോകണ്ടേ, ഇളയമ്മന്റെ മകൻ. അപ്പൊ അവൾക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ കുറച്ച് വൈകി എത്താം. അപ്പൊ ഇളയമ്മ ചോദിച്ചു എവിടെയും ഇജ്ജ്? ഇളയമ്മക്ക് എന്ത് കൂറ്റം പാറുസ്ഥാണ്. അപ്പോ എവിടെയും ഇജ്ജ് ഇതുവരെയാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ മകൻ ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ബുങ്ങിപ്പൊട്ടി കരയാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട്. ഞാൻ ഇളയമ്മനോട് പറഞ്ഞു ഞാൻ കരച്ചിൽ വരാൻ വേണ്ടി കാത്തത് തന്നെയാണ്. അപ്പോ ഇത് വന്ന് കിട്ടണ്ടേ, എന്തെങ്കിലല്ലേ കരയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനങ്ങനെ ഒരു വേഗത്തിൽ കരിയണ ആളല്ല. പക്ഷേ ആ എലൈറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വാർഡുക്കാണ് കേറിയിട്ട് ഇങ്ങനെ തിരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്ക് എന്റെ കന്തൂറ മുഴുവനും നനഞ്ഞുപോയി. അത്രയധികം ഞാൻ കരഞ്ഞുപോയി. ഞാനിങ്ങനെ വിചാരിച്ചു അൽഹംദുലില്ലാ എന്ന് പറയാത്തവരെ മുഴുവനും ഒന്ന് ഇവിടെ കൊണ്ടുവരണം. ഞാനങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്താ സംഗതി? ഒരു കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മൂക്ക് എങ്ങനെയാണെന്നറിയോ? ആ കുട്ടിയുടെ മൂക്ക് ഈ പാലുണ്ടല്ലോ, മൂക്കും ചുണ്ടും തമ്മിൽ ഘടിപ്പിക്കുന്ന ഈ പാലം ഇതില്ല. എന്നിട്ട് മൂക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുക. മൂക്ക് പൊന്തിയിട്ട് മൂക്കിന്റെ ഈ രണ്ട് തട്ടങ്ങനെ പൊന്തി നിന്നിട്ട് വലിയ മൂക്ക്, കണ്ടാൽ പേടിയാവും. ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച ഈ രണ്ട് മൂക്കുമൊക്കെ മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ, വേറെ എവിടേക്കും കാണൂല. ഇനി ആ കുട്ടിക്ക് മൂക്ക് കീഴ്പ്പെട്ട് കൊണ്ടുവന്ന് അതിന്റെ കാഴ്ച ശരിയാക്കി എടുക്കുമ്പോഴേക്ക് 7 വയസ്സിന്റെ ഇടയ്ക്ക് 30 ഓപ്പറേഷൻ ചെയ്യണം. നമുക്കാർക്കും അള്ളാഹു അങ്ങനത്തെ ബുദ്ധിമുട്ട് തന്നിട്ടില്ലല്ലോ. എന്നാ പറയും അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ കട്ടിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്താ സുഖമെന്നറിയും? ആ കുട്ടിന്റെ ചുണ്ട് ഇങ്ങനെ താന്നിട്ട് ഇവിടെ താടിന്റെ താഴെ ഇവിടെയാണ് ചുണ്ട് നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടി ഒരിക്കലും തൊള്ള കൂട്ടാൻ കഴിയൂല, ചുണ്ട് അത്ര താഴ്ന്നിട്ടാ കിടക്കണം. അങ്ങനെ നിൽക്കുക എപ്പോഴും. 20-18 വയസ്സായിരിക്കുന്ന ഒരു മുഅല്ലിമിന്റെ ഭാര്യ, ഒരു മുഅല്ലിമായ സഹോദരന്റെ ഭാര്യ, ആ ചെറുപ്പക്കാരത്തിയായ പെണ്ണ് ഈ കുട്ടിനെങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്ന രംഗം കണ്ടാൽ ആരും കരഞ്ഞു പോകും. 19-20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെണ്ണ് തനിക്ക് ജനിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായി നോക്കിയിട്ട് നിൽക്കുന്ന ഒരു രംഗം, അതൊരു വല്ലാത്തതാണ്. ഇനി ആ കുട്ടിയുടെ ചുണ്ട് ചിറി നമ്മളെപ്പോലെ സാധാരണ അവസ്ഥയിലേക്ക് കയറ്റി കൊണ്ടുവരണമെങ്കിൽ 8-9 വയസ്സ് പൂർത്തിയാകുന്നതിനിടയ്ക്ക് 24 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യണം. അല്ലാഹു തആല അങ്ങനത്തെ ബുദ്ധിമുട്ട് നമുക്ക് തന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓർത്തു നോക്കണം. നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് രൂപം നൽകുമ്പോൾ പ്രസവിച്ചു വീഴുന്ന സമയത്ത് ഏതെല്ലാം തരത്തിൽ ജനിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരു ജന്മം നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നാ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിൽ വെച്ച് നമുക്കത് നൽകാതിരുന്നത് നമ്മുടെ ഗുണം കൊണ്ടും മറ്റുള്ളവർക്ക് അത് നൽകിയത് അവരെ ദോഷം കൊണ്ടുമാണോ? ആണോ? കണ്ണിന് കാഴ്ചയില്ലാതെ ഒരു കുട്ടി ജനിച്ചു, കണ്ണിന് കാഴ്ചയോടുകൂടെ നമ്മളും ഒക്കെ ജനിച്ചു. നമുക്ക് കണ്ണിന് അല്ലാഹു തആല കാഴ്ച തന്നത് നമ്മളൊക്കെ ഗർഭാശയത്തിൽ വെച്ച് വലിയ സ്വാലിഹായ അമൽ ചെയ്തിട്ടാ ആണോ? മറ്റേ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കാതിരുന്നത് ഓൻ ഗർഭാശയത്തിൽ വെച്ച് വല്ല തോന്നിയാസവും ചെയ്തിട്ടാ? അല്ല. പിന്നെന്തിനാണ്? 10,000 ആളുകൾക്ക് കണ്ണ് നൽകിയപ്പോൾ ഒരാളെ കണ്ണില്ലാതെ പടച്ചത് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കണ്ണാകുന്ന നിഅമത്തിന് എത്ര വിലയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ, എന്നിട്ടോ
അദ്ദേഹത്തിന് ബസ്സിന് യാത്ര ചെയ്യാം. ആ ബസ്സിൽ കയറിയിട്ട് യാത്രക്കാരൊക്കെ വന്ന് നിൽക്കണ ബസ്, ആ ബസ് വരുമ്പോൾ അദ്ദേഹം പതുക്കെ ആ ഡോറിന്റെ അടുത്ത് കയറിയിട്ട് ബസ്സിൽ കയറി. ബസ്സിൽ കയറിയിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരു ചെറിയ ഒരു സാധനം. അതുകൊണ്ട് ഇങ്ങനെ ടിക്ക് ടിക്ക് 2 അടി അടിച്ചു. അപ്പൊ എല്ലാവരും ഒന്ന് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അപ്പോൾ ആ പാവപ്പെട്ട എന്റെ കാഴ്ചയിൽ ഒരു 45 വയസ്സ് തോന്നിക്കുന്ന അദ്ദേഹം വണ്ടിയുടെ മുൻഭാഗത്ത് ആ തൂണുമ്പൽ ഇങ്ങനെ ചാരി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ണുകളാം ദൈവം നൽകിയ കനകവിളക്കുകളുള്ളവരെ ഈ കണ്ണില്ലാ പാപത്തെ കണ്ടില്ലെന്ന് നടിക്കരുതേ. ആശിച്ച് കൈകൾ നീട്ടി കാശുകൾ വാങ്ങും വേഷം കെട്ടാൻ ആശയനീക്കില്ല, ശേഷമേ ജീവിതം കഴിയണ്ടേ. കണ്ണീരിൽ ചാലിച്ച അദ്ദേഹത്തിന്റെ ആ പാട്ടിങ്ങനെ കേട്ടപ്പോൾ എന്റെ മുൻസീറ്റിലിരിക്കുന്ന ഒരാൾ തൊട്ടടുത്ത സുഹൃത്തിനോട് പറഞ്ഞു, നല്ല ട്യൂണാണില്ലേ. ഓ ആകെ ശ്രദ്ധിച്ചത് പാട്ടിന്റെ ട്യൂണാണ്. ഒരൽഹംദുലില്ലാ പറയാൻ ഓനിക്കും തോന്നിയിട്ടില്ല. 2 കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മൾ ശുക്റിന്റെ സുജൂദിൽ വീണാൽ മതിയാകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളെ മാത്രം ഓർത്തോർത്ത് എടുത്താൽ എത്ര അൽഹംദുലില്ലാ പറയണം. ഓർത്തു നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കണ്ണിന് കാഴ്ച നൽകി. അല്ലാഹു എങ്ങാനും കാഴ്ച ശക്തി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി നൽകാൻ ലോകത്താർക്കെങ്കിലും സാധ്യമാണോ? കണ്ണിന്റെ കാഴ്ച മാത്രം പറഞ്ഞാൽ അല്ലാഹു റബ്ബി. ഒരു ചെവി ഇങ്ങനെ മടങ്ങി ഒട്ടിയിട്ട്, ഒരു ചെവി മടങ്ങി ഇങ്ങനെ ഒട്ടിയിട്ട്, മറ്റേ ചെവിയാണെങ്കിലോ ഇങ്ങനെ ഒരുപാട് വലുതായിട്ട്. ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ആ ഹോസ്പിറ്റലിൽ. ഒരു ചെവി ഇങ്ങനെ മടങ്ങി ഒട്ടിയിട്ട്, മറ്റേ ചെവി ഇങ്ങനെ നീണ്ടിട്ട് കുറച്ച് നീളത്തിൽ. ആ കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു 20-22 വയസ്സായിരിക്കുന്ന ഉമ്മ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാ കരയ. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അൽഹംദുലില്ലാ എന്ന് അവിടെ വെച്ചുകൊണ്ട് 100 പ്രാവശ്യം പറയാതെ അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ആ കുട്ടിയുടെ 2ാമത്തെ ചെവിയുടെ അവസ്ഥയും ആദ്യത്തെ ചെവിയുടെ അവസ്ഥയും. ഇനി ഈ 2ാമത് ഒട്ടി നിൽക്കുന്ന ചെവി, അതൊന്നും ചെയ്യാൻ നിർവാഹമില്ല. പിന്നെ ഈ വലുതായി നിൽക്കുന്ന ചെവിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഡോക്ടർമാർക്ക് തീർത്തും ഒരു അഭിപ്രായം പറയാനും കഴിയുന്നില്ല. അങ്ങനെ ആ ഉമ്മ കുട്ടിയെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓർത്തു നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കോ നമ്മുടെ പേരമക്കൾക്കോ നമ്മുടെ നേരെ മക്കൾക്കോ അങ്ങനെ ഒരു കാതും കണ്ടും നൽകിയിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്.